ഇപ്പൊ പേയേഴ്സ് ഓഫ് ഇക്വേഷനകത്തിലെ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ, വായിച്ചേ. ഓഫ് ടു നമ്പേഴ്സ് ഓഫ്, അപ്പൊ എത്ര നമ്പർ ഉണ്ട്? രണ്ട് നമ്പർ, രണ്ട് സംഖ്യകൾ. വായിച്ചു. ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മോളർ. അപ്പൊ നമുക്ക് രണ്ട് നമ്പർ ഉണ്ടെന്ന് മനസ്സിലായി. അതിൽ ഒരു നമ്പർ വലുതാണെന്നും ഒരു നമ്പർ ചെറുതാണെന്നും. ഞാൻ വലിയ നമ്പറിനെ എല്ല് കൊണ്ടും ചെറിയ നമ്പറിനെ എസ് കൊണ്ടും, ലാർജർ എന്നുള്ളതിൻ്റെതാണ് എസ്, വലുത് എന്നുള്ളതിൻ്റെ ലാർജർ എന്നുള്ളതിൻ്റെതാണ് എല്ല്, വലുത് എന്നതിനെ എല്ല് കൊണ്ടും സ്മോളർ ചെറുത് എന്നതിനെ എസ് കൊണ്ട് സൂചിപ്പിച്ചു. ഇനി എന്ന് പറഞ്ഞേക്കുന്നത് ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മോളർ വൺ. വലിയ നമ്പർ എന്ന് പറയുന്നത് 5 times ദ സ്മോളർ വൺ ആണ്. ചെറിയ നമ്പരിന്റെ 5 times ആണ് 5 മടങ്ങാണ് എന്ന് പറഞ്ഞ അർത്ഥം. ചെറുതിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആരെ കിട്ടുന്നത്? വലുതിനെ കിട്ടുന്നത്. അപ്പൊ L ഈക്വൽ 5 into S. ഓക്കെ, അടുത്തത്. ആൻഡ് സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗീവ്സ് 32. അർത്ഥം ആൻഡ് സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ എന്ന് വെച്ചാൽ വലിയ നമ്പരിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 32, 32 കിട്ടും. അങ്ങനാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? അപ്പൊ ഒന്നുകൂടെ, രണ്ട് നമ്പറുകൾ, രണ്ട് സംഖ്യകൾ. അത് ഇത് വെച്ചേക്കുന്നത് 2 നമ്പേഴ്സ്. അവർ പറയുന്നു ഒരെണ്ണം ലാർജർ നമ്പറാണ്, വലിയ സംഖ്യയാണ്, ഒരെണ്ണം സ്മോളർ നമ്പറാണ്, ചെറിയ സംഖ്യ. വലുതിനെ ലാർജിനെ ഞാൻ എല്ല് കൊണ്ടും ചെറുതിനെ സ്മോളറിനെ ഞാൻ എസ് കൊണ്ട് സൂചിപ്പിച്ചു. അവരാദ്യം പറയുന്നു വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറുതിന്റെ 5 times ആണ്, 5 മടങ്ങാണ്. അത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് L ഈക്വൽ 5 into S. പിന്നെ പറയുന്നു ലാർജറിൽ നിന്ന് സ്മോളർ സബ്ട്രാക്ട് ചെയ്താൽ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എത്ര കിട്ടും? ഇത്രയും ചോദ്യത്തിന് മനസ്സിലായ കാര്യമാണല്ലോ. ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, ഈ കാണുന്നത് പോലെ വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടെ. അപ്പൊ ഇത്രയും വിവരം വെച്ചോണ്ട് കണക്ക് ചെയ്യുമ്പോ നിങ്ങൾ ആരെ എക്സ് എന്ന് വിളിക്കും? ചെറിയ നമ്പറിനെ, സ്മോളർ നമ്പറിനെ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട്. അപ്പൊ എഴുതുക സ്മോളർ നമ്പർ ഈക്വൽ. അപ്പോ മലയാളത്തിൽ ചെറിയ സംഖ്യ സമം സ്മോളർ നമ്പർ ഈക്വൽ ചെറിയ സംഖ്യ സമം സമം എക്സ്. ബ്രാക്കറ്റിൽ സപ്പോസ്, സങ്കല്പിക്കാൻ. അങ്ങനാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ലാർജർ നമ്പർ പറയാം, വലിയ സംഖ്യ പറയാം. അപ്പൊ അടുത്ത വരിയിൽ വിച്ച് ഇംപ്ലൈസ് ലാർജർ നമ്പർ, വലിയ സംഖ്യ എത്ര വരും? പറഞ്ഞു, നേരിട്ട് പറഞ്ഞു. 5x. 5 into x. ചെറുതിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വലുത് കിട്ടുന്നത്. അപ്പൊ ചെറുത് x ആണെങ്കിൽ ലാർജർ വലുത് എങ്ങനെ കണ്ടുപിടിക്കും? ചെറുതായ എക്സിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോ എന്തെഴുതും? 5x. ഈ രണ്ട് സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി എന്താണ് അടുത്ത കണ്ടീഷൻ? അപ്പൊ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ വെച്ച് നമ്മൾ കാര്യം എഴുതി കഴിഞ്ഞു. ഇനി എന്തോ അടുത്ത കണ്ടീഷൻ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ ലാർജർ മൈനസ് സ്മോളർ ഈക്വൽ എത്രയാണ്? അപ്പൊ എഴുതുക ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ ഈക്വൽ എത്ര? ക്വസ്റ്റ്യൻ പറയുന്നത് 32. 32. ബ്രാക്കറ്റിൽ
ഗിവൺ. ആണോ? ആണോ? ഓക്കെ. അപ്പൊ എന്റെ കൂടെ എഴുതി വരണം. വിച്ച് ഇംപ്ലൈസ് എത്രയാണ് ലാർജർ നമ്പർ? 5x. 5x മൈനസ് എത്രയാണ് സ്മോളർ നമ്പർ? എക്സ് ഈക്വൽ 30. 5x 5xൽ നിന്ന് എക്സ് കുറച്ചാൽ 5 ചക്കയിൽ നിന്ന് 1 ചക്ക കുറച്ചാൽ 4 ചക്ക. അപ്പൊ 5x മൈനസ് എക്സ് 4x ഈക്വൽ ടു 4x ഈക്വൽ ടു എഴുതുക. 4x ഈക്വൽ ടു 32. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈക്വൽ 32 32 ഈ ഇടതുവശത്ത് 4 കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇൻഡു ചെയ്തേക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡ് ചെയ്യണം. 32/4. അപ്പൊ എക്സ് ഈക്വൽ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8. അപ്പൊ എക്സ് ഈക്വൽ എത്ര കിട്ടി? 8. അടുത്ത വരിയിൽ വെൻ എക്സ് ഈക്വൽ 8 മലയാളത്തിൽ എക്സ് സമം 8 ആയാൽ നമ്മൾ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? അപ്പൊ എഴുതുക. സ്മോളർ നമ്പർ ഈക്വൽ എക്സ് ഈക്വൽ 8. അടുത്തത് പറഞ്ഞോ. ലാർജർ നമ്പർ ഈക്വൽ 5x. വലിയ സംഖ്യ സമം 5x ഈക്വൽ 5 ഇൻറ്റു എക്സിന്റെ വില 8. 5 ഗുണം 8 40. ഓക്കെ. അപ്പൊ ഈ ഉത്തരം ശരിയാണോ? നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? 2 കണ്ടീഷൻ. ചെറിയ നമ്പറായ 8നെ 5 കൊണ്ട് ഗുണിക്കാം. 8 ഗുണം 5 40. അതല്ലേ നമ്മുടെ വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. വലുതെത്ര? 40. അതിൽ നിന്ന് ചെറുതെത്ര? 8. 40ൽ നിന്ന് 8 കുറച്ചാൽ 32. ഈ 32 അല്ലേ ഡിഫറൻസ്, വ്യത്യാസം? ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ട്. അപ്പോ ഈ കണക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. കഴിഞ്ഞല്ലോ. ഓക്കെ. അപ്പോ ചോദ്യം എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ കഴിയും. എഴുതി കഴിഞ്ഞു. നോക്കാം. അപ്പോ ആ ക്വസ്റ്റ്യനെ കുറിച്ച് കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരാളിനെ കുറിച്ച് നമുക്കൊന്ന് ഓർമ്മ പുതുക്കാം. പേനൊക്കെ തത്തു. ആ ഓർമ്മ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ, മലയാളത്തിൽ ഭിന്നസംഖ്യ എന്ന് പറയും. എന്താ പറയും? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇപ്പൊ ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പർ ആകട്ടെ, അല്ലെ ഓണപരീക്ഷയാകട്ടെ, ക്രിസ്മസ് പരീക്ഷയാകട്ടെ, ആനുവൽ എക്സാമിനേഷൻ ആകട്ടെ, സാർമാർ മാർഗ് എങ്ങനെയാണ് എഴുതുന്നത്? ആ ഫ്രണ്ട് പേജിൽ ഒരു കോളത്തിൽ മാർഗ് എഴുതത്തില്ലേ? എങ്ങനെയാ മാർഗ് എഴുതുന്നത്? ഒന്നുകിൽ നിങ്ങളുടെ എല്ലാ വിഷയവും 40-ലല്ലേ? 8ാം ക്ലാസ്സിലെ എല്ലാ പരീക്ഷയും 40-ലല്ലേ? അല്ലേ? അപ്പൊ 40-ൽ 38 മാർക്ക് കിട്ടിയെങ്കിൽ ഇങ്ങനല്ലേ ടീച്ചർ എഴുതുന്നത്? ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ. മുകളിലൊരു സംഖ്യ, താഴെ ഒരു സംഖ്യ, അവരെ രണ്ടുപേരെയും കൂടെ വേർതിരിച്ചുകൊണ്ട് നടുക്ക് ഒരു വര. ഇതിൽ ഈ താഴത്തെ സംഖ്യക്ക് എന്താ പറയും? ന്യൂമറേറ്റർ എന്ന് പറയും. എന്താ പറയും? ന്യൂമറേറ്റർ. തെറ്റാണ്. താഴത്തെ ആളിനെ വിളിക്കുന്ന പേരാണ് ഡിനോമിനേറ്റർ. മലയാളത്തിൽ ഛേദം എന്ന് പറയും. എന്താ പറയും? ഛേദം. വരയ്ക്ക് മുകളിൽ എഴുതിയിരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ. മലയാളത്തിൽ അംശം എന്ന് പറയും. എന്താ പറയും?
അംശം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയുടെ ഒരു ഫ്രാക്ഷന്റെ രൂപം എല്ലായ്പ്പോഴും എന്ത് രൂപത്തിലായിരിക്കണം? പി ബൈ ക്യൂ. എന്ത് രൂപത്തിലായിരിക്കണം? രണ്ടാമതൊരു കാര്യം, ആ താഴത്തെ ആളായ ക്യൂ ഒരിക്കലും എന്താകരുത്? സീറോ ആകരുത്. അതെന്താ സീറോ ആയാലുള്ള കുഴപ്പം? ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ സീറോ വന്നാൽ എന്താ കുഴപ്പം? സീറോ വന്നാലുള്ള കുഴപ്പം സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സീറോ ഉണ്ട്. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ എന്ത് വരരുതെന്ന് പറയുന്നത്. ഇതിൽ പി എ വിളിക്കുന്ന പേര് ഞാൻ മുമ്പേ പറഞ്ഞു. എന്തുവായിരുന്നു? ന്യൂമറേറ്റർ, മലയാളത്തിൽ അംശം. ക്യൂവിനെ എന്ത് വിളിക്കും? ഡിനോമിനേറ്റർ, ഛേദം എന്ന് വിളിക്കും. ഓക്കെ, ഈ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? ആയോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? മനസ്സിലായി. രണ്ട് വർക്കിംഗ് കോളത്തിലോട്ട് ഇതൊന്ന് എഴുതിയിട്ട് ആദ്യം ഞാൻ പറയുന്ന പോലെ എഴുതുക. ഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷ് മീഡിയക്കാരും ഭിന്നസംഖ്യ എന്ന് മലയാളം മീഡിയക്കാരും എഴുതുക. ശരിയോ? എന്നിട്ട് ഡി കാണുന്നവർ എഴുതും പി ബൈ ക്യൂ. ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. മലയാളത്തിൽ അത് വായിക്കുന്നത് ക്യൂ സമമല്ല പൂജ്യം. എങ്ങനെ വായിക്കുന്നത്? ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ, ക്യൂ സമമല്ല പൂജ്യം. അടുത്ത വരിയിൽ പി ആരാണ്? പി ആരാ? ന്യൂമറേറ്റർ. ക്യൂ ആരാണ്? ഡിനോമിനേറ്റർ. മലയാളത്തിൽ പി അംശം, ക്യൂ ഛേദം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ആയി. അപ്പൊ ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് ഞാൻ തുറക്കട്ടെ. നമ്മുടെ ചോദ്യം വായിച്ചാട്ടെ ഇംഗ്ലീഷിലുള്ളത്. എ ഫ്രാക്ഷൻ simplified after adding 1 to its numerator becomes 1/2. നിർത്തും. എന്നിട്ട് വായിച്ചേ. ഒരു ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ്. സിംപ്ലിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ മലയാളത്തിൽ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ 5/10. മലയാളത്തിൽ പറയുമ്പോൾ 10/5 എന്ന് പറയും. നിങ്ങൾ വെട്ടിച്ചെറുതാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അംശത്തിനെയും ഛേദത്തിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുന്ന പരിപാടി പഠിച്ചിട്ടുണ്ടോ? ഈ 5നെയും 10നെയും നിങ്ങൾക്ക് ഏത് നമ്പർ കൊണ്ട് വെട്ടിച്ചെറുതാക്കാം? വെട്ടുക മീൻസ് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. എത്ര കൊണ്ട് പറ്റും? 5 കൊണ്ട്. 5 1 5, 5 2 10. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ 1 കിലോ കേക്കിനെ 10 തുല്യ കഷ്ണമായിട്ട് മുറിച്ചിട്ട് 5 കഷ്ണം എടുത്താലും, അതേ 1 കിലോ കേക്കിനെ 2 തുല്യ കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് 1 കഷ്ണം എടുത്താലും കിട്ടുന്നത് ഒരേ അളവിലുള്ള സാധനം തന്നെയല്ലേ? ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സിംപ്ലിഫിക്കേഷൻ. എന്താ പറയും? അപ്പൊ ലഘൂകരണം. അപ്പൊ ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ലഘൂകരിച്ചു. എപ്പോഴ്? ആഫ്റ്റർ ആഡിങ് 1 to its ന്യൂമറേറ്റർ. എന്ന് വെച്ചാൽ ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനോട് കൂടി അംശത്തിനോട് കൂടി ഒന്ന് കൂട്ടി. അപ്പൊ ഡിനോമിനേറ്റർ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ. അപ്പൊ ഏതോ ഒരു ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഛേദം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ന്യൂമറേറ്ററിനോട് അംശത്തിനോട് എത്ര കൂട്ടി? 1 കൂട്ടി. കൂട്ടിയിട്ട് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തു, ലഘൂകരിച്ചു, വെട്ടിച്ചെറുതാക്കി. അപ്പോൾ എന്തോ കിട്ടി? ഉത്തരം ഇത് കിട്ടി. ഇതുപോലെ പറഞ്ഞോ. 1/2, 2/1 എന്ന് ഉത്തരം കിട്ടി. ഒന്നുകൂടെ, ഏതോ ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ. അടുത്തത് 1/2 ഇല്ലു. നോക്കാം. ഏതോ ഒരു ഫ്രാക്ഷൻ, ഏതോ ഒരു ഭിന്നസംഖ്യ. ഫ്രാക്ഷൻ ആകുമ്പോ, ഭിന്നസംഖ്യ ആകുമ്പോ അതിന് ന്യൂമറേറ്ററും ഉണ്ടാകും, ഡിനോമിനേറ്ററും ഉണ്ടാകും, അംശവും ഉണ്ടാകും, ഛേദവും ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിനോട് കൂടി അംശത്തിനോട് കൂടി എത്ര കൂട്ടി? 1 കൂട്ടി. അപ്പൊ ഛേദത്തിൽ ഡിനോമിനേറ്റർ വല്ല ഡെക്കറേഷൻ ചെയ്തോ നമ്മൾ? ഇല്ല. ഡിനോമിനേറ്റർ ആയിട്ട് തന്നെ.
ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തു, വെട്ടിച്ചെറുതാക്കി, ലഘൂകരിച്ചു. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 1/2. അടുത്ത എവിടെ കിട്ടിയോ? ഓക്കെ, ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടേ. ഏതാ? രണ്ടിത്. ന്യൂമറേറ്റർ പ്ലസ് 1 ബൈ ഡിനോമിനേറ്റർ ഈക്വൽ 1/2. അപ്പൊ മലയാളത്തിൽ എഴുതുമ്പോ അംശം അധികം 1 ഭാഗം ഛേദം. ഇല്ലയോ? സമം 2/1. ഓക്കെ, എന്ത് ശരി. ഞാൻ അടുത്തത് വായിച്ചാട്ടെ. ഇഫ് ഇൻസ്റ്റന്റ്, എന്തോ ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ പകരമായിട്ട്, ഇപ്പൊ ചെയ്തതിന് പകരമായിട്ട് ബാക്കി വെച്ചേ 1 ഈസ് ആഡഡ് ടു ദി ഡിനോമിനേറ്റർ. 1 ആരോടുകൂടി കൂട്ടി? അപ്പൊ അതിന്റെ അർത്ഥം ന്യൂമറേറ്ററിന് അംശത്തിന് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ? അപ്പൊ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഛേദത്തിനോട് കൂടി ഒന്ന് കൂട്ടി, കൂട്ടിയിട്ട് ബാക്കി വെച്ചേ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ്, അതിനെയും വെട്ടിച്ചെറുതാക്കി ലഘൂകരിച്ചു. ബാക്കി വെച്ചോട്ടെ. ഇറ്റ് ബിക്കംസ് 1/3. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 1/3, 1/3 എന്ന് ഉത്തരം കിട്ടി. രണ്ടാമത്തെ ഐഡിയ എവിടെ കിട്ടിയോ? എഴുതിയാട്ടെ വർക്കിംഗ് കോളത്തിലോട്ട്. ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യം മനസ്സിലാകാനുണ്ടോ? ഇല്ല. ഒന്നുകൂടെ. ഏതോ ഒരു ഫ്രാക്ഷൻ, ഏതോ ഒരു ഭിന്നസംഖ്യ, അതിന് ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്, ഒരു അംശവും ഉണ്ട്, ഒരു ഛേദമുണ്ട്. പാട് നമ്മൾ എന്തോ ചെയ്തു? ഡിനോമിനേറ്റർ ഛേദം അങ്ങനെ തന്നെ നിർത്തിയിട്ട് ന്യൂമറേറ്ററിനോട് കൂടി അംശത്തിനോട് കൂടി എത്ര കൂട്ടി? 1 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോ കിട്ടിയതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ലഘൂകരിച്ചു, വെട്ടിച്ചെറുതാക്കി. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 1/2. രണ്ടാമതായിട്ട് നമ്മൾ എന്തോ ചെയ്തു? ന്യൂമറേറ്റർ അംശം അങ്ങനെ തന്നെ നിർത്തി. എന്നിട്ട് ഡിനോമിനേറ്ററിനോട് ഛേദത്തിനോട് കൂടി 1 കൂട്ടി, എന്നിട്ട് വെട്ടിച്ചെറുതാക്കി, ലഘൂകരിച്ചു, സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഉത്തരം എന്തോ കിട്ടി? 1/3, 1/3 എന്ന് കിട്ടി. എങ്കിൽ എന്തുവാ ചോദ്യം? വാട്ട് ഈസ് ദി? ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എഴുതിക്കോളൂ ആൻസർ. അപ്പോ നമുക്ക് ആദ്യം ഒരു ന്യൂമറേറ്റർ വേണം ഐശ്വര്യയെ, പിന്നെ ഒരു ഡിനോമിനേറ്റർ വേണം. അപ്പൊ എഴുതുക ന്യൂമറേറ്റർ ഈക്വൽ, ഞാനവിടെ ഷോർട്ട് ഫോമിലാണ് NR എന്ന് എഴുതിയേക്ക്, നിങ്ങൾ അങ്ങനെ എഴുതരുത്, ന്യൂമറേറ്റർ എന്ന് എഴുതണം കേട്ടോ. ന്യൂമറേറ്റർ ഈക്വൽ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെന്നെടുക്കും? പറഞ്ഞോ, എക്സ്. അംശം സമം എക്സ്. അടുത്തത് ഡിനോമിനേറ്റർ ഈക്വൽ ഛേദം സമം പറഞ്ഞു ശരിയാ? വൈ. രണ്ടൂടെ ചേർത്ത് സങ്കൽപ്പിക്കുക. സപ്പോസ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ന്യൂമറേറ്ററും അറിയാം, അംശവും അറിയാം, ഡിനോമിനേറ്ററും അറിയാം, ഛേദവും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആരെ എഴുതാം? അതുകൊണ്ട് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും അറിയാം, ഡിനോമിനേറ്ററും അറിയാം, അംശവും അറിയാം, ഛേദവും അറിയാം, എങ്കിൽ ആരെ എഴുതും? ആ ഫ്രാക്ഷൻ എഴുതരുതോ? അപ്പൊ അടുത്ത വരികൾ ഫ്രാക്ഷൻ സമം ഭിന്നസംഖ്യ സമം പറഞ്ഞാട്ടെ. യോ മിണ്ടുന്നില്ല. എക്സ് ബൈ എക്സ് ബൈ വൈ. ഇവിടം വരെ ആർക്കെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? ഇല്ല. ഇതൊന്ന് വരച്ചിട്ട് നമുക്ക് പിന്നെ ആവശ്യം വരും. ഓക്കെ, ഇതിനാട്ടെ ചോദ്യത്തിലെ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. എഴുതിയാട്ടെ. അത് നിങ്ങൾ ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മതി. NR + 1 ബൈ DR ഈക്വൽ 1/2. അപ്പോ ഇംഗ്ലീഷിൽ അല്ല മലയാളത്തിൽ എഴുതുമ്പോഴേ ഇങ്ങനെ തന്നെ എഴുതിയാൽ അത് കേട്ടോ. NR + 1 ബൈ DR ഈക്വൽ 1/2. എന്തുവായിരുന്നു ഇതിന്റെ അർത്ഥം? ന്യൂമറേറ്ററിനോട് കൂടി അംശത്തിനോട് കൂടി 1 കൂട്ടി, എന്നിട്ട് ഡിനോമിനേറ്റർ ഛേദം അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തു, ലഘൂകരിച്ചു. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 1/2. എന്റെ കൂടെ എഴുതി വരാമല്ലോ.
നമ്മൾ ന്യൂമറേറ്റർ അംശം എന്തായിട്ടാണ് എടുത്തേക്കുന്നത്? എക്സ്. അപ്പൊ പറഞ്ഞാട്ടെ, വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് 1 ബൈ y വൈ ഈക്വൽ 1/2 ആണോ? നിങ്ങൾ ഈ കോണോട് കോൺ ഗുണിക്കുക അഥവാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ? ഈ രണ്ട് ഇങ്ങോട്ടും ഈ വൈ അങ്ങോട്ട് ഗുണിക്കുന്നത് ഒന്ന് പറഞ്ഞാട്ടെ. 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ 1 ഇൻറ്റു വൈ. എത്ര? വൈ. ഈ ഗുണിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഈ ബ്രാക്കറ്റ് അകത്തോട് ഗുണിക്കാൻ അറിയാം. 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് കണക്ക് പിടിച്ചിട്ടുണ്ട്. രണ്ടൊന്ന് അകത്തോട്ട് ഗുണിച്ച് 2 ഇൻറ്റു എക്സ് 2x. 2 ഇൻറ്റു 1 2 ഈസ് ഈക്വൽ ടു y. ഓക്കെ, വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇവിടം വരെ ഓക്കെ ആണോ എല്ലാവരും? ഇവിടം വരെ ഓക്കെ ആണോ? ഓക്കെ. അതിൽ സുരേഷ് ഇവിടം വരെ എത്തിയോ? ഇനി അങ്ങനെയാണെങ്കിൽ സിത്താര നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകാമല്ലോ. ഇതൊരു നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടടക്കുന്നു. എഴുതുക. ന്യൂമറേറ്റർ അംശം ബൈ ഡിനോമിനേറ്റർ പ്ലസ് 1/3 ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ആണോ? സ്റ്റെപ്പ് പറഞ്ഞെഴുതിയാട്ടെ. ആരാണ് ന്യൂമറേറ്റർ അംശം? എക്സ്. അപ്പൊ എക്സ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ 1/3. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. കോണോട് കോൺ ഗുണിക്കാൻ പറ്റുമല്ലോ. 3 വേണ്ട ഇങ്ങോട്ട് ഗുണിക്കുന്നു പറഞ്ഞാട്ടെ. 3 ഇങ്ങോട്ട് ഗുണിച്ചാൽ 3x ഈക്വൽ ടു 1 ഇൻറ്റു y പ്ലസ് 1. അപ്പോൾ 3x ഈക്വൽ ടു ഒരാളിനെ ഒന്നുകൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. എന്താ കാര്യം? അത് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ എന്തോ ഒരു ഉത്തരം y പ്ലസ് 1. ഓക്കെ. ഞാൻ കണ്ട് ഈ വലതുവശത്ത് കിടക്കുന്ന 1നെ കൂടെ ഒന്ന് ഇടതുവശത്തോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെ വരച്ചിട്ടേക്കാം. വലതുവശത്ത് കിടക്കുന്ന 1നെ കൂടെ നമ്മൾ ഇടതുവശത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 3x ഈ പ്ലസ് 1 ലെഫ്റ്റിൽ വരുമ്പോൾ ആരാകും? -1 ഈക്വൽ y. ആണോ? വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആയോ? ഓക്കെ. ഞാൻ ഈ 1, 2 എന്ന് നമ്പർ ഇട്ടേക്കുന്ന 2 ഇക്വേഷൻ നിങ്ങളും ബുക്കിൽ എഴുതി വെച്ചില്ലയോ? അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക്. എന്തേലും പ്രത്യേകതയുണ്ടോ? (2x + 2 = y) 3x - 1 = y. എന്തെങ്കിലും പ്രത്യേകത? ചുമ്മാ നനച്ചോട്ടെ. വെറുതെ കണ്ണുറന്ന് നോക്കിയാൽ മാത്രം മതി. അവിടെ തന്നെ കിടപ്പുണ്ട് സംഗതി. ഇല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു ഐഡിയ കിട്ടുന്നില്ലേ? ഇതിന്റെ രണ്ടിന്റെയും വലതുവശം ആരാ? വയ്യ. ഇതും വയ്യാണ്, ഇതും വയ്യ. എന്ന് പറഞ്ഞാലേ 4 + 1 എത്ര? 3 + 2. അങ്ങനാണെങ്കിൽ 4 + 1 3 + 2 ഈക്വൽ അല്ലേ? അല്ലേ? ആണോ? അപ്പൊ അങ്ങനാണെങ്കിൽ ഈ കിടക്കുന്ന എഴുതുക വരിയില്ലേ? ഫ്രം 1 and 2. ഇത് വായിക്കുന്നത് ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2. മലയാളത്തിൽ സമവാക്യം 1, 2 ഇവയിൽ നിന്ന് which implies 2x + 2 is equal to y. അല്ല is equal to
x minus 3x മൈനസ് 1. 1. എങ്ങനെ രണ്ട് ഈക്വൽ എന്ന് മനസ്സിലായോ? അത് രണ്ടും ആരുടെ വില തന്നെയാണ്? വൈയുടെ വില തന്നെ. ഇനി ഒന്ന് പേനകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഇടതുവശത്ത് ഒരു 2x ഉണ്ട്, വലതുവശത്ത് ഒരു 3x ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരേ കുടുംബക്കാരല്ലേ? ഒരേ കുടുംബക്കാർ ഒരുമിച്ച് നിൽക്കണ്ടേ? അപ്പൊ ഒന്നുകിൽ 2x കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ 3x ഇപ്പുറത്തോണ്ട്. രണ്ടിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തൽക്കാലം 2x എങ്ങോട്ട് കൊണ്ടുവരുന്നു? 3x കാരണം 3x ആണ് വലുത്. നമ്മൾ ചെറുതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അങ്ങനാണെങ്കിൽ അവിടെ നിന്ന് ആരെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരണം? -1. കാരണം ഇവിടെ ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ -1 ഇപ്പുറത്ത് വന്നാൽ അവര് കുടുംബക്കാരെല്ലാരോടും ഒരുമിച്ച് അങ്ങ് നിന്നോളും. അപ്പൊ നോക്കിക്കേ, ഈ 2 ഇവിടെ നിപ്പുണ്ട്. ഈ -1 ഇടതുവശത്ത് വരുമ്പോ ഓർട്ടെ +1. അപ്പുറത്ത് എന്ത് ചെയ്തേക്കുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് കൊണ്ടൊന്ന് ചെയ്താൽ മതി. ഇവിടെ കുറച്ചേക്കുവാണെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കൂട്ടണം. ഇവിടെ സബ്ട്രാക്ട് ചെയ്തേക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്തേക്കുവാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തേക്കുവാണെങ്കിൽ ഓക്കെ. അപ്പൊ 3x, ഈ 2x ഇവിടെ എന്തോ ചെയ്തേക്കുക? പ്ലസ് ചെയ്തേക്കുക. അപ്പുറത്ത് കൊണ്ടുപോയാൽ മൈനസ്. സിദ്ധാരം ഇവിടെ കിട്ടിയോ? ഇവിടെ കിട്ടിയോ? ഓക്കെ. 2 + 1 3. 3 ഈക്വൽ 3x മൈനസ് 2x. 3 ചക്കയിൽ നിന്ന് 2 ചക്ക കുറയ്ക്കുന്നു. ഒരു ചക്ക. അപ്പൊ എക്സ്. അപ്പൊ എക്സ് ഈക്വൽ എന്തോ കിട്ടി? എന്താ കിട്ടി? 3. ഇവിടെ കിട്ടിയോ? എഴുതിയാട്ടെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായി. അത്ര എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം. ഇന്ന് നമുക്ക് ബാക്കി എഴുതാം. ന്യൂമറേറ്റർ. ഈ ന്യൂമറേറ്റർ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ആരും എഴുതാൻ പറ്റത്തില്ല. ഫ്രാക്ഷൻ എഴുതാൻ പറ്റുമോ? ഇല്ല. ഫ്രാക്ഷൻ എഴുതണമെങ്കിൽ, ഭിന്നസംഖ്യ എഴുതണമെങ്കിൽ ആരെ കൂടെ വേണം? ഡിനോമിനേറ്ററായ വൈയും കൂടെ വേണം. അതെങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞിട്ടിരിക്കുക മതി. എക്സ് കിട്ടി, ന്യൂമറേറ്റർ കിട്ടി. അത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഫ്രാക്ഷൻ എഴുതാൻ പറ്റത്തില്ല. എഴുതണമെങ്കിൽ ആരെ കൂടെ വേണം? ഡിനോമിനേറ്ററിനെ കൂടെ വേണം. ആ ഡിനോമിനേറ്റർ കിട്ടാൻ എന്താണ് മാർഗം? ബോർഡിൽ തന്നെ കിടപ്പുണ്ട്. ഇവിടെ വേണ്ട കിടക്കുന്ന എക്സും വൈയും കൂടെ ഉള്ള ഒരു ഇക്വേഷൻ. ഒന്നുകിൽ ഇവിടോട്ട് കൊടുത്താൽ ആരുടെ വില കിട്ടും? അല്ല, വേണ്ട കിടക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെയും എക്സും വൈയും ഉണ്ട്. അതിലെ എക്സിന് വില കൊടുത്താൽ ആരുടെ വില കിട്ടും? രണ്ടിലേതെങ്കിലും ഒന്നെടുത്താൽ മതി. അപ്പൊ എഴുതുക ഇംഗ്ലീഷ് മീഡിയക്കാര്. പുട്ട് എക്സ് ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോ മലയാളത്തിൽ എക്സ് സമം 3 എന്ന് എന്തോ പറയാം. എക്സ് സമം 3 എന്ന് എഴുതിയോ? അപ്പോ എഴുതിയോ? മനസ്സിലായില്ല. എന്താ സാർ ഉദ്ദേശിച്ചത്? അന്നില്ല, പറയാം. എക്സ് സമം 3 എന്ന് എഴുതിയോ? സമവാക്യം 1 ആരോപിച്ചാൽ എന്ന് പറഞ്ഞതേ. നമുക്കിപ്പോ സോൾവ് ചെയ്തപ്പോൾ ആരുടെ വിലയാണ് കിട്ടിയത്? എക്സിന്റെ വില. ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷന്റെ ആരാണ്? ഭിന്നസംഖ്യയുടെ ആരാണ്? ന്യൂമറേറ്റർ ആണ്, അംശമാണ്. നമുക്ക് ആരുടെ വിലയും കൂടെ വേണം? ഡിനോമിനേറ്ററായ ഛേദമായ വൈയുടെ വില. അതെങ്ങനെ കണ്ടുപിടിക്കാന്നാ ഞാൻ പറഞ്ഞത്? വേണ്ടേ, ഒന്നാമത്തെ ഇക്വേഷൻ കണ്ടോ? അവിടെ എക്സും വൈയും ഉണ്ട്. അപ്പൊ ഇതിലെ എക്സിന് പകരം 3 കൊടുത്താൽ ആരുടെ വില കിട്ടും? അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലും ആരൊക്കെ ഉണ്ട്? എക്സും വൈയും ഉണ്ട്. അതിലെ എക്സിന് പകരം 3 കൊടുത്താലും ആരുടെ വില കിട്ടും? വൈയുടെ വില. ഇപ്പൊ അപ്പൊരു മനസ്സിലായോ? കാണുന്നില്ല. എന്തോ കാണുന്നില്ല. എന്തുവാ? ഹലോ, അപ്പൊ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത്. ചിലപ്പോ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. റെഡിയായോ? ഹലോ,
ഹലോ, ഇപ്പൊ റെഡിയായോ? ഇതപ്പോ ആരുടെ വില കിട്ടി? എക്സിന്റെ എക്സിന്റെ വില കിട്ടി. ആ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷന്റെ ആരാണ്? അംശം. ന്യൂമറേറ്റർ ആണ്, അംശമാണ്. നമുക്ക് ആരെ കൂടെ കിട്ടിയാലേ ഫ്രാക്ഷൻ എഴുതാൻ പറ്റൂ? ഡിനോമിനേറ്റർ ഛേദം കൂടെ കിട്ടിയാലേ ഫ്രാക്ഷൻ എഴുതാൻ പറ്റൂ. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു തന്ന മാർഗം വേണ്ട. ഒന്നാമത്തെ ഇക്വേഷനിൽ ആരൊക്കെ ഉണ്ട്? എക്സും വൈയും ഉണ്ട്. അപ്പൊ ഒന്നുകിൽ ഇതിലെ എക്സിന് പകരം എത്ര എന്ന് കൊടുക്കുക? 3 എന്ന് കൊടുത്താൽ ആരുടെ വില കിട്ടും? വൈയുടെ വില. അല്ലെങ്കിൽ എന്താണ് അടുത്ത മാർഗം? രണ്ടാമത്തെ ഇക്വേഷനിലും എക്സും വൈയും ഉണ്ട്. അതിനകത്തിലെ എക്സിന് വില കൊടുത്താലും ഇത് രണ്ടിൽ ഏതി കൊടുത്താലും ഒരു വിലയെ കിട്ടത്തുള്ളൂ കേട്ടോ. 2 വില കിട്ടിയാൽ തെറ്റാണ്, നിങ്ങൾ ചെയ്തേക്കുന്നത് തെറ്റാണ്. അപ്പൊ എഴുതിയല്ലോ, പുട്ട് എക്സ് ഈക്വൽ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. മലയാളത്തിൽ എക്സ് സമം 3 എന്ന് സമവാക്യം 1 ആരോപിച്ചാൽ എഴുതുക. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ, എക്സ് ഉള്ളിടത്ത് 3 കൊടുത്തിട്ട് പറയുക. പറഞ്ഞാട്ടെ, 2 into 3 plus 2 equal y. 2 into 3 6 plus 2 equal y. 6 plus 2 എത്ര? 8 equal y. തിരിച്ചെഴുതിയാൽ y equal 8. അപ്പൊ y ആരായിരുന്നു? 8 എന്നും. y ആരായിരുന്നു? ഡിനോമിനേറ്റർ. അപ്പൊ ആരെയൊക്കെ കിട്ടി നമുക്ക്? ന്യൂമറേറ്ററും കിട്ടി, ഡിനോമിനേറ്റർ. അപ്പൊ എഴുതുക, ഫ്രാക്ഷൻ ഈക്വൽ ഭിന്നസംഖ്യ സമം നമ്മൾ എന്തെന്ന് എഴുതി വെച്ചേക്കുന്നത്? എക്സ് ബൈ വൈ. എക്സ് ബൈ എത്ര? എക്സിന്റെ വില 3. ബൈ എത്ര? വൈയുടെ വില 8. സോ ദി ആൻസർ ഈസ് 3/8. ഈ കിട്ടിയ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. പേനകത്ത് നോക്കും. എങ്ങനെയാണ് ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾ നോക്കുന്നത്? നമ്മളിവിടെ 2 കണ്ടീഷൻ ചോദിച്ചിട്ടില്ലേ? ആദ്യം ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിനോട് അംശത്തിനോട് ഒന്ന് കൂട്ടണം. ന്യൂമറേറ്റർ അംശം എത്ര? 3. 3 കൂട്ടി ഛേദം ഡിനോമിനേറ്റർ അത് തന്നെ എഴുതി. 3 + 1 4/8. 4/8. 4നെയും 8നെയും കൂടെ നിങ്ങൾക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? വെട്ടി എഴുതാം. 4 കൊണ്ട്. 4 1 4, 4 2 8. അങ്ങനെ 1/2 കിട്ടിയെന്നല്ലേ ഒരു ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്? എഴുതുക വർക്കിംഗ് കൂടത്തിലോട്ട്. 3 + 1/8. 3 + 1 എത്ര? 4/8 ഈക്വൽ 1/2. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ന്യൂമറേറ്റർ അംശം അങ്ങനെ തന്നെ നിർത്തി 3 ബൈ ഡിനോമിനേറ്ററിനോട് ഛേദത്തിനോടൊന്ന് കൂട്ടി. ഡിനോമിനേറ്റർ ഛേദം എത്ര? 8. ഒന്നുകൂടെ കൂട്ടിയാൽ 8 + 1. അപ്പൊ 3/8 + 1 9. ഈ 3നെ 9നെ കൂടെ ഏതെങ്കിലും നമ്പർ കൊണ്ട് വെട്ടാൻ പറ്റുമോ? 3 കൊണ്ട്. 3 1 3 3 9. സോ ദി ആൻസർ ഈസ് ഇങ്ങനെ 1/3 കിട്ടണമെന്നല്ലേ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ആൻസർ ശരിയല്ലേ? ഓക്കെ, അതുകൂടെ വർക്കിംഗ് കൂടത്തിൽ എഴുതിയിടുക. ഇപ്പൊ പിടി കിട്ടിയ കണക്ക്. ഓക്കെ.